അങ്ങനെ നമ്മുടെ തലൈവറുടെ 50ാമത്തെ വർഷമാണ് ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ കൂടി നമുക്ക് കൂലി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി ഈ ഒരു സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയൊരു എന്താ പറയണ്ടേ പ്രചോദനത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം എനിക്ക് രജനീകാന്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കറിയാം ലോകേഷ് കനകരാജും കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് ഈ ഒരു പടം പൊളിക്കും എന്നുള്ളൊരു കാര്യം ഏതൊരു ഫാൻസിനും ഉദ്ദേശിക്കാവുന്നത് തന്നെയാണ്. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അത് തന്നെയാണ്. എങ്ങനെയുണ്ട് രജനീകാന്തിന്റെ പുതിയ സിനിമയായിട്ടുള്ള കൂലി. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല, നേരെ നമുക്ക് തുടങ്ങിക്കളയാം. സോ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വീഡിയോ കാണുന്നത് ജസ്റ്റ് ഒരു ക്വിക്ക് റിവ്യൂവിന് വേണ്ടിയാണെങ്കിൽ ആദ്യമേ ഞാനൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഈ ഒരു സിനിമ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. ബ്രഹ്മാണ്ഡമായിട്ടുള്ള സിനിമയൊന്നും അല്ല, പക്ഷെ നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. അതായത് ആവശ്യത്തിനുള്ള ആക്ഷന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, മാസിനുള്ള മാസ്, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് അവർക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇന്റർവെൽ വരെയൊക്കെ എത്തുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഈ പടം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ഇത് നമുക്ക് തോന്നാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. അത് ഏതൊരു രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പോലത്തെ എലമെന്റ്സ്, അതായത് മാസ്, ആക്ഷൻസ്, അതെല്ലാം അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാട്ടുകളാണെങ്കിലും വൺ പോലെ തന്നെയാണ്. പിന്നെ അനിരുദ്ധിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, BGMs അതും വൺ പോലെ തന്നെയാണ്. പവർ ഹൗസ് പാട്ട്, മോണിക്ക പാട്ട്, അതെല്ലാം വൺ പോലെ തന്നെയാണ്. സോ ഇനി നമ്മൾ ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ കഥയും അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ടോണും അവർ ഒരു പരിധി വരെ എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളൊരു കാര്യം അവർക്കും അത്ര നല്ല രീതിയിൽ തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. സിനിമ സെറ്റപ്പ് ചെയ്തൊരു രീതിയിലേക്കല്ല പിന്നീട് സിനിമ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കൂടാതെ തന്നെ സിനിമയുടെ പകുതിയാകുമ്പോൾ വേറൊരു പ്ലോട്ട് അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെയുമല്ല സിനിമ പോകുന്നത്. പക്ഷേ തികച്ച ഒരു ആക്ഷൻ മാസ് പടം എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം അതേ ഞാൻ പറഞ്ഞ ആവശ്യത്തിൽ കൂടുതൽ ആക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, മാസ് ഡയലോഗ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വൺ പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ രജനീകാന്ത് എങ്ങനെയുണ്ട് ഈ സിനിമയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വേറെ ലെവൽ തന്നെയാണ്. ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ ഡാൻസ് സ്റ്റെപ്പൊക്കെ പുള്ളിക്കാരൻ കാണിച്ചു തരുന്നുണ്ട് ആക്ഷന് കൂടാതെ. ആൻഡ് അതെല്ലാം പുള്ളിക്കാരൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രജനിയുടെ കൂടെ തന്നെ ആ ഒരു കട്ടയ്ക്ക് നിന്ന് ആക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ സ്വന്തം സൗബിൻ വൺ പോലെയാണ്. ഞാൻ ആക്ച്വലി ഇതിന്റെ ട്രെയിലർ പാട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സൗബിന് ചെറിയൊരു റോളേ ഉണ്ടാവുള്ളൂ. പുള്ളിക്കാരൻ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ പോകും. അത് നമുക്കും തോന്നും ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ഒരു കാര്യം കാണുമ്പോൾ നമുക്കും തോന്നും ഓക്കെ സൗബിൻ്റെ ക്യാരക്ടർ കഴിഞ്ഞു, ഇനി ഒരു പടം വേറൊരു രീതിയിലേക്കാണ് അപ്രോച്ച് ചെയ്യാൻ പോണേ നമുക്ക് തോന്നും. പക്ഷെ അല്ല, സൗബിൻ ആദ്യം മുതൽ അവസാനം വരെ സൗബിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് സൗബിൻ വൺ പൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ക്രൂക്കഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയ്ക്കും എന്താ പറയുക, ഇവൻ എങ്ങനെയാണെങ്കിലും ഇവൻ ചാകൂല്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു പടം നമ്മളെ കൊണ്ടുപോയിട്ട് അവർ നമ്മളെ കാണിച്ചു തന്നിട്ട്. ചില സീനൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ അർണോൾഡ് ഷ്വാസ്നെഗറിനെ പോലെ സൗബിൻ ഒരു ടെർമിനേറ്റർ ആണെന്ന് വരെ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമുണ്ട്. കാരണം അതിനകത്തൊരു സബ്വേ ട്രെയിനകത്തുള്ളൊരു സീനുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ടെർമിനേറ്റർ പോലെയാണ് അണ്ണം പോകുന്നത്. അത് വേറെ കാര്യം. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഈ സിനിമയ്ക്കകത്ത് എല്ലാവരും ചുറ്റിക യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള എല്ലാവർക്കും ചുറ്റികയായിട്ട് ഫെറ്റിഷ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ അതിന്റെ വേറൊരു പോരായ്മ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റിക വെച്ച് ആരെ അടിച്ചു കഴിഞ്ഞാലും ആർക്കും ഒന്നും പറ്റണമെന്നില്ല. ചുമ്മാ ഇവിടെയൊക്കെ ചുമലിച്ച് വരുന്നല്ലാതെ ശരിക്കും ഒരു ചുറ്റിക വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ആ സ്പോട്ടിൽ ആള് കാഞ്ഞു പോകും. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെയല്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് ചുറ്റിയൊക്കെ ഒരു റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയേക്കണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള സൗബിന്റെ ഭാര്യ, അതിനെ സ്ക്രീനിൽ കാണിച്ച പോലെ ആ ഒരു പ്രാളി എങ്ങനെയെങ്കിലും ചത്താ മതി എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് സിനിമയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് തന്നെയാണ്. കാരണം ആ ഒരു കാര്യം സംഭവിച്ചപ്പോഴത്തേക്കും തിയേറ്ററിൽ ഇരുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് എഴുന്നേറ്റ് കൈയടിക്കുന്ന വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ ഈ റിവ്യൂവിനോട് ഞാനൊരു നീതി പുലർത്തുന്നില്ലെന്ന് എനിക്ക് തോന്നി. അപ്പൊ ശരി. പിന്നെ നാഗാർജുന അത്യാവശ്യം നൈസായിട്ട് പുള്ളിക്കാരന്റെ ആ ഒരു റോള് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും അമീർ ഖാനെ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ അമീർ ഖാന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അമീർ ഖാൻ സിനിമയുടെ അവസാനം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആൻഡ് കുഴപ്പമില്ല, അമീർ ഖാന്റെ എൻട്രി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അവർക്ക് സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഓവറോൾ ഇതൊരു നല്ലൊരു ഗുഡ് ടൈം വാച്ച് ഫിലിം തന്നെയാണ്. രജനി സാറിന്റെ എന്താ പറയുക, ഈ പറയുന്ന 50 വർഷം ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തുടരുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ആൻഡ് ആ ഒരു അച്ചീവ്മെന്റിന് എടുത്ത് കാണിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതൊരു LCU പടമാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഇതൊരു LCU പടം അല്ലെന്നും പുള്ളിക്കാരൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ആയിരുന്നെങ്കിൽ കൊള്ളാമെന്നും കൂടി എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ നല്ലൊരു പടം തന്നെയാണ്.
വലിയ കുഴപ്പമില്ലാത്ത പടമാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി തന്നെ കാണാവുന്നൊരു പടമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് ലൈനും അതുകൂടാതെ തന്നെ അതിന്റെ ടോണും കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആക്ഷൻ മാസ് ഇത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അത് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്ന ഈ ഒരു പടം വേറെ ലെവലായി പോയേനെ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു പടം കണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള രജനിയുടെ പടം ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. എന്നോട് ചോദിക്കണമെങ്കിൽ 100% ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ജയിലർ 2 കാണാൻ വേണ്ടി തന്നെയാണ്. കാരണം ഈ അടുത്തിടെ ഇറങ്ങിയിലേക്ക് ഏറ്റവും കൂടുതലും പടം ഞാൻ ചോദിക്കണമെങ്കിൽ ആ ജയിലറാണ്. ഞാൻ ഈ അടുത്തിടെയും കൂടി ഞാനത് റീവാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ വീട്ടിനകത്തുള്ള സീന് കാര്യങ്ങളെല്ലാം വേറെ ലെവല് പടം തന്നെയാണത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. രാവിലെ ഉറക്കൊളിച്ച് പോയി കണ്ടാണ്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞ ശേഷം വാർ ഫിലിം കാണാൻ പോകാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ? നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആയിരുന്നോ? നിങ്ങൾ ഞാനായിട്ട് പറഞ്ഞ കാര്യങ്ങളായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Stay safe guys. See you next episode.